ഞാൻ ഈ ഫോൺ കൃത്യസമയത്ത് തന്നെയാണോ കട്ട് ചെയ്തത്, അതോ ഇനി എൻ്റെ പൈസ വല്ലതും പോവുമോ? ആ ഒരു ടെൻഷൻ. ഞാൻ ആർമി വിട്ടതിന് ശേഷം ഞാൻ മാക്സിമം ടൈം സ്റ്റോക്ക് മാർക്കറ്റിങ്ങിലായിരുന്നു. ആൻഡ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പീക്ക് ടൈമിലിരുന്നപ്പോൾ എനിക്കൊരു അൺനോൺ നമ്പറിൽ നിന്നൊരു കോൾ വന്നു. എടുത്തപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് അവർ ഗവൺമെൻറ് ടെലികോം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് സംസാരിക്കുന്നത്. അരമണിക്കൂറിനുള്ളിൽ എൻ്റെ പ്രൈമറി നമ്പർ സസ്പെൻഡ് ആവുമെന്ന് പറഞ്ഞു. പ്രൈമറി നമ്പർ സസ്പെൻഡ് ആവുമെന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. എനിക്ക് ആദ്യം എന്നെ ഹെൽപ്പ് ചെയ്യുന്നൊരു മനുഷ്യൻ്റെ കൂട്ടാണ് തോന്നിയ അയാൾ. കാരണം അയാളുടെ സംസാരവും രീതികളും എല്ലാം എനിക്ക് കൺവിൻസിങ് ആയിരുന്നു. പിന്നീട് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു പേയ്മെൻറ്റ് ചെയ്യണം, എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കണമെന്ന് പറഞ്ഞു. സോ അവർ പറഞ്ഞ കാര്യം ഞാൻ ഫോളോ അപ്പ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണ് തല്ലുമ്പോൾ ഇത്രയൊരു എമൗണ്ട് കേട്ടപ്പോൾ ഞാൻ അവർക്ക് തിരിച്ചു ചോദിച്ചപ്പം അവരുടെ ടോൺ മാറി. അവരുടെ അടുത്ത് ദേഷ്യപ്പെടാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരാണ്, നിങ്ങൾ എവിടുന്ന സംസാരിക്കുന്നത്, എന്ത് വേണം? അപ്പോൾ അവർ ഒന്നും സംസാരിക്കാതായി. ആ സമയത്ത് എനിക്ക് മനസ്സിലായി ഐ ഗോട്ട് സ്കാംഡ്. ഞാൻ കോള് കട്ട് ചെയ്തു. ഞാൻ ഈ ഫോൺ കൃത്യസമയത്ത് തന്നെയാണോ കട്ട് ചെയ്തത്, അതോ ഇനി എൻ്റെ പൈസ വല്ലതും പോവുമോ? ആ ഒരു ടെൻഷൻ. പിന്നീട് കുറേ ദിവസത്തേക്ക് ഞാൻ ആരോടും സംസാരിച്ചില്ല. കാരണം ഒരു എക്സ് ആർമി എന്നുള്ള രീതിയിൽ ഞാൻ പറ്റിക്കപ്പെട്ടെങ്കിൽ സാധാരണക്കാരുള്ള ആൾക്കാർ പറ്റിക്കപ്പെടത്തില്ലേ? അവരെൻ്റെ അടുത്ത് അങ്ങനെ ചോദിക്കില്ലേ? ഭാഗ്യം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല. ഇപ്പോൾ എൻ്റെ ഫോണിൻ്റെ സ്ക്രീനിൽ എയർടെൽ വാർണിംഗ് സ്പാം കാണുമ്പോൾ തന്നെ എനിക്കറിയാം എന്താ എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന്.